കാലായി ചേട്ടൻ നാട്ടിൽ വന്നിട്ട്. ഞാനിവിടെ ഉണ്ടോന്ന് വല്ല വിചാരമുണ്ടോ? അത് കൊള്ളാം. ഞാനിപ്പോ വന്നു പോയിട്ട് 6 മാസത്തിലായിട്ടുള്ളൂ. എന്തോ എനിക്ക് ഒരുപാട് കാലമായ പോലെ തോന്നുന്നു. അത് നിനക്ക് എന്നോടുള്ള ഇഷ്ടക്കൊല്ലോണ്ട് തോന്നുന്നത്. ഇപ്പൊ വരാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. എന്തായി എന്നെ കൊണ്ടുവന്ന കാര്യം? അപ്പൊ നീ അറിഞ്ഞില്ലേ? ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്നെ കൊണ്ടുപോകാനാ. നിന്നെയും കുട്ടികളെ കൊണ്ടുപോകാൻ കമ്പനി ഫാമിലി വിസ അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. ആണോ? അതെ അതെ. പിന്നെ നിന്റെ പരിഭവമൊക്കെ മാറുമല്ലോ, എന്നും കാണുകയും ചെയ്യാം. എല്ലാം കൂടി ആവുമ്പോൾ നല്ല ചെലവാവില്ലേ? അതൊന്നും നോക്കണ്ട. ആദ്യം കുടുംബം, പിന്നെ മതി സമ്പാദ്യം. എന്നാലും ചെറിയ പിടിപ്പൊക്കെ വേണം. പെൺപിള്ളേരുടെ വളർച്ച ഇരുന്നെഴുന്നേക്കുന്ന പോലെ. ആ, അതും ശരിയാ. എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് കുഴിമന്തി മതി. എനിക്ക് അൽഫാം മതി. ഇത് വെജിറ്റേറിയൻ ഹോട്ടലാ, ഇതൊന്നും ഇവിടെ കിട്ടൂല. അല്ലെങ്കിൽ തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് എത്ര നാളായി. നല്ല ചൂട് ചട്നിയും സാമ്പാറും വടയും നല്ല മസാല ദോശയും എന്ത് രസായിരിക്കും. ഇവന്റെ വായിൽ കപ്പലൊടിക്ക. പൊടി നീയാണ് കൊതിച്ച് തുടങ്ങി രണ്ടും. നീ ഇവിടെ വന്നിക്ക, അവിടെ ടേബിളിൽ ആളുകൾ വന്നിട്ടുണ്ട്. പോയി ഓർഡർ എടുക്കാൻ നോക്ക്. അനുദിനമാത്മാവിൽ നടക്കുമേ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. കേട്ടുമില്ല ഭവാൻ കേട്ടുമില്ല. അരികത്തു വന്നപ്പോഴും ഹൃദയ ശ്രീകോവിലിലെ ആരാധനയുടെ മണിക്കിലുക്കം അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല. അനുദിനമാത്മാവിൽ നടക്കുമേ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. അജ്ഞാത സ്വപ്നങ്ങളാം പൂക്കളാൽ ഇവളെന്നും അർച്ചന നടത്തിയതറിഞ്ഞില്ല നീ. കൽപ്പനജാലമെന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ. കൽപ്പനജാലമെന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ. കണ്ടില്ല നീ. അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല. അനുദിനമാത്മാവിൽ നടക്കുമേ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. കാലത്തിൻ കാലടികൾ കടന്നു നടന്നു പോകും കോലാഹല സ്വരങ്ങൾ അറിയാതെ ഉയിരിന്റെ ശ്രീകോവിൽ അടയ്ക്കാതെ നടക്കുന്നു ഉദയാസ്തമനമെൻ അശ്രുപൂജ. ഉയിരിന്റെ ശ്രീകോവിൽ അടയ്ക്കാതെ നടക്കുന്നു ഉദയാസ്തമനമെൻ അശ്രുപൂജ. അശ്രുപൂജ. അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല. അനുദിനമാത്മാവിൽ നടക്കുമേ അനുരാഗ പൂജ ഭവാൻ
അറിയുന്നില്ല. അയ്യോ, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു തോന്നണേ. ഞാൻ ഫോൺ എടുക്കാൻ മറന്നു കേട്ടോ, എടുത്തിട്ട് വരാം. ഹലോ, എക്സ്ക്യൂസ് മീ, ശ്രീപ്രിയ അല്ലേ? 98 ബാച്ച് എച്ച് എം സ്കൂളിലുണ്ടായിരുന്നേ. ക്ഷമിക്കണം, ഞാൻ ശ്രീപ്രിയ അല്ല, എൻ്റെ പേര് രാധി എന്നാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ എച്ച് എം സ്കൂളിൽ പഠിച്ച ശ്രീപ്രിയ ആണെന്ന്. സോറി ട്ടോ. ഞാൻ ഹോട്ടലിൽ വെച്ച് ശ്രദ്ധിച്ചിരുന്നു. എന്തു പറ്റി? എന്താ പെട്ടെന്നൊരു മൂഡ് ഓഫ് ആവാൻ കാരണം? ഇല്ലല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ. എൻ്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നേ? എന്താണെങ്കിലും എന്നോട് പറ. നിന്നോട് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിണ്ടായിരുന്നെന്ന്. അതിനെ? ആ കുട്ടിയാണ് ഇന്ന് നമുക്ക് ടേബിളിൽ ഫുഡ് വിളമ്പിയത്. ആര്? ശ്രീപ്രിയോ? നല്ലവണ്ണം മുടിയുള്ള, വാലിട്ട് കണ്ണെഴുതിയ, വെളുത്ത സുന്ദരിയായ, സ്കൂളിൽ എല്ലാവരും പ്രണയിച്ചിരുന്ന ആ സുന്ദരിക്കുട്ടിയോ? ഷോ, ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചുമില്ല. നമുക്കൊന്നും കൂടെ പോയാലോ? വേണ്ട, ഞാൻ ചോദിച്ചു, അത് അവളല്ല എന്നാ പറഞ്ഞേ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അത് ശ്രീപ്രിയ തന്നെയാണ്. ഹലോ, നിനക്ക് തെറ്റിയതായിരിക്കും. അത് അവളായിരിക്കില്ല. അവളെ അന്ന് ഏതോ ഒരു ഗൾഫുകാരൻ, അതും കോടീശ്വരൻ, കല്യാണം കഴിച്ചു കൊണ്ടുപോയി എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെയാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇനി സത്യം എന്താണെന്ന് അറിയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ, ഇവിടെ വർക്ക് ചെയ്യുന്ന രാധിക എന്ന് കാണാൻ പറ്റും? ராதிகாவா? அந்த பேரில் ஒரு பொண்ணுங்கள சார். ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ സപ്ലൈയിലായിരുന്നു ഒരു കുട്ടി. அது ராதிகல, அவரோட பேர் ஸ்ரீபிரியா தான் சார். அவருக்கு அம்மா உடம்பு சரியில்லைன்னு சொன்னால் காலையில் கிளம்பியாச்சு. അവരുടെ ഫോൺ നമ്പറെങ്കിലും കിട്ടുമോ? ശരി. നൊച്ചുമുക്കിന്ന് വലത്തോട്ട് തിരിഞ്ഞ ടാറിട്ട റോഡ് അവസാനിക്കുന്നിടത്ത് മണ്ണിട്ട റോഡിൽ ഒരു ഓടിട്ട വീടുണ്ട്. അവിടെ അവളുടെ ചേട്ടനോ അനിയനോ ആണോ താമസം? അവിടെ ചോദിച്ച വിവരം അറിയാം. പേരുകേട്ട തറവാട്ടുകാരാണെന്ന് കരുതി വളരെ ആഡംബരത്തോടും ആഘോഷത്തോടും വലിയൊരു തുക സ്ത്രീധനം കൊടുത്ത് തന്നെയാ ശ്രീപ്രിയയെ ഞങ്ങൾ വിവാഹം കഴിച്ചയച്ചത്.
പക്ഷേ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാൻ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല. വർഷങ്ങളോളം അയാളുടെ ചികിത്സക്കായി എടുത്ത കടങ്ങളും ബാധ്യതകളും അവൾക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു. ഞങ്ങൾ ആവും വിധം സഹായിച്ചു. പക്ഷേ ഞങ്ങളെ ബുദ്ധിമുട്ടില്ലെന്ന് കരുതി കാണും. ഇപ്പോൾ വാടകയ്ക്ക് എവിടെയോ താമസിക്കണേ. ഞാൻ അന്വേഷിച്ച് വിവരം അറിയിക്കാം. ഹലോ രമേ. എന്തായി ചേട്ടാ? ഒന്നും ആയില്ല. ആർക്കും ഒരു അറിവുമില്ല. ചേട്ടാ, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കണ്ടുപിടിക്കേ. എനിക്കെന്തോ അവരെ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്നു. എനിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണോ? അവളെപ്പോലെ ഒരു പെണ്ണ് ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവില്ല, ഇനി അങ്ങോട്ട് ജനിക്കുകയുമില്ല. അത്രയ്ക്ക് നല്ലവളായിരുന്നു തനി തങ്കം, അഭിമാനി. 2-3 കൊല്ലം കിടന്ന കിടപ്പ് കിടന്ന അവനെ അവൾ ഒറ്റയ്ക്കാ നോക്കിയത്, 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും വെച്ച്. അവസാനം അയാൾ മരിച്ച പെരുവഴിയിലായപ്പോൾ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ തിരിഞ്ഞു പോലും നോക്കിയില്ല. സ്വന്തം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അവളും വിചാരിച്ചു കാണും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം സതീഷേ. ശ്രീപ്രിയ അറിയില്ലടാ. എടാ, സംഭവം കിട്ടിട്ടാ. ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടായിരുന്നു. ആ മുരളിയാ പറഞ്ഞേ. അമ്മേ, എന്താ? അത് അവനുള്ള മുതലല്ലേ, അത് അവൻ എടുത്തിട്ടുണ്ടാവും. അവൻ എന്തെങ്കിലും ആവശ്യം വന്നു കാണും. അത് അവനുള്ളത് തന്നെ അല്ലേ? അവനത് എടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ഇതപ്പൊ നല്ല കൂത്ത്. ഇതുപോലെ എല്ലാവരും ഇഷ്ടം പോലെ സ്വത്തുമായിട്ടാ വരുന്നത്. ഇപ്പൊ കണ്ടില്ലേ ഞാൻ എന്തുമാത്രം മുതലായിട്ട് വന്നതാണെന്നറിയോ? ഇപ്പൊ എന്താ ഉള്ളേ? ഇതൊക്കെ എല്ലായിടത്തും പതിവാ. വെറുതെ ഓടിയിടാണ്ട് വല്ലയിടത്തും പോയിരിക്കും ഉണ്ടാണ്ട്. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ പദവി എന്നത് ഒരു ഭാര്യയായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും കൂടി ചേർന്നാണ് ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. പക്ഷെ അതിനുശേഷം എനിക്കെന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു. എനിക്കിഷ്ടം വേറൊരു പെൺകുട്ടിയായിരുന്നു. എന്റെ കടം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. നീ ഇപ്പൊ പോയാലും എനിക്കൊന്നുമില്ല. ആക്സിഡന്റ് ആയിരുന്നു. 5 വർഷമായി കിടപ്പിലായിരുന്നു. ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ അവസാന നിമിഷം വരെ ഞാൻ അദ്ദേഹത്തെ ഒരു ഉത്തമ ഭാര്യയായി പരിചരിച്ചു.
അവസാനമായി എനിക്ക് അമ്മയോടൊരു അപേക്ഷയുണ്ട്. അമ്മ ശ്രീപ്രിയയെ വേദനിപ്പിക്കരുത്. സ്വന്തം മകളായിട്ട് അമ്മ അദ്ദേഹം എന്നോട് തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പകരം എൻ്റെ വിധിയിലേക്ക് അദ്ദേഹം വലിച്ചിഴക്കപ്പെട്ടു. കഴിഞ്ഞു പോയതെല്ലാം ഒരു സ്വപ്നം പോലെ കരുതാനാണ് എനിക്കിഷ്ടം. ഇനിയുള്ള എൻ്റെ ഈ ജീവിതം എൻ്റെ ഈ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. തനിച്ചായി ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഇനി വേണ്ട. എന്തിനാണെങ്കിലും ഏത് ആവശ്യത്തിനാണെങ്കിലും ഇനി ഞങ്ങളുണ്ട് കൂടെ. ശ്രീപ്രിയയുടെ കൂട്ടുകാർ വാ, അവരെ നമ്മൾ കാത്തു വെക്കാം. അങ്ങോട്ട് പോവാം. പണ്ട് ചേട്ടൻ ഒരുപാട് പറഞ്ഞ് അസൂയപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീപ്രിയയുടെ നൃത്തത്തെക്കുറിച്ച്, പാട്ടിനെക്കുറിച്ച്, കണ്ണിനെക്കുറിച്ച്. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കാണാൻ പറ്റിയത്. ഇത് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം. ഇനി ശ്രീപ്രിയയ്ക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സമ്മാനം ഞങ്ങൾ തരുന്നുണ്ട്. സുഹൃത്തുക്കളാണ്, സുഹൃത്ത് ബന്ധങ്ങളാണ് നിബന്ധനകളില്ലാത്ത സ്നേഹം. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതിരുകളില്ലാത്ത സുഹൃത്ത് ബന്ധമാണ്. സുചരിതയായ ഭാര്യ ഭർത്താവിനു കിരീടമാണ്, കണ്ണകിയെ പോലെ. ജീവിതം ഒന്നേയുള്ളൂ. നേർവഴിയിൽ ജീവിക്കാൻ ആ ജീവിതം മതി മാതൃകയാവാൻ. ഫ്രണ്ട്ഷിപ്പ്, ദ അൺകണ്ടീഷണൽ ലവ്.